തൊടുപുഴ ചെന്നാക്കുഴിയിൽ മത്തായിക്ക് 8 മക്കളാണ്. അതിൽ മൂത്തയാൾ കുറിയാക്കോസ്. അതിൽ ഒരു പെങ്ങൾ ഒഴികെ ബാക്കി 6 പേരും മിശ്രവിവാഹിതർ. അവരുടെ മക്കളെല്ലാം ജാതി മതരഹിതരായിട്ടുള്ളവർ. അങ്ങനെ വലിയൊരു കുടുംബ വിപ്ലവം നടത്തിയ ആളാണ് CM കുറിയാക്കോസ് എന്ന് പറയുന്ന തൊടുപുഴയിലെ അറിയപ്പെടുന്ന യുക്തിവാദി. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഒന്നെത്തി നോക്കാം. ഈ 81 വയസ്സിനിടയിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അതൊരു നിശബ്ദ സാമൂഹ്യ വിപ്ലവമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് യുക്തിവാദത്തിലേക്ക് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണം അത് ഇച്ചിരി നീണ്ടതൊക്കെയാണ്. ആയിക്കോട്ടെ, ചുരുക്കി പറയാം, കുഴപ്പമില്ല. കൂടി പഠിക്കുമ്പോഴാണേലും സാർമാരാണേലും മറ്റ് സഹപ്രവർത്തകരാണേലും ഈ ഇച്ചിരി നിറം മാറ്റം ഉള്ളവരോടും പിന്നെ ഇച്ചിരി SC പോണൊക്കെ ഉള്ളവരോടൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. സ്കൂളിലാണ് പഠിച്ചിരുന്നത്? ഞാനും കരിങ്കുന്നം സെൻറ്റ് അഗസ്റ്റ്യൻസ് സ്കൂളായിരുന്നു, കോട്ടയം രൂപതയുടെ സ്കൂളാണ്. അവിടെ പഠിച്ച കാലത്താണോ ഈ യുക്തിവാദ ചിന്തയിലോട്ട് ഇങ്ങനെ? യുക്തിവാദം ഒന്നും പറയത്തില്ല, ഇല്ല, എന്നാലും ദൈവം ഇല്ലെന്നുള്ളൊരു നീതി നിഷേധം, ന്യായം അതേ ഉള്ളിൽ പോയിട്ടുള്ളൂ. യുക്തിവാദം ഇല്ല, അന്ന് അറിയത്തില്ല. അപ്പോൾ ന്യായങ്ങൾ നടക്കണം എന്നാൽ വേദപാഠത്തിനൊക്കെ നീതി ന്യായം വേണം, നുണ പറയരുത്, തട്ടിപ്പ് കാണിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് പറയുന്നതും ഇവർ പ്രവർത്തിക്കുന്നതും വ്യത്യാസം. അപ്പോൾ ഇത് ജീവിതത്തിൽ നടപ്പാകണം, എന്നെക്കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്യണം, അന്നേ ഒരു തോന്നലുണ്ട് നമുക്ക്. അപ്പോൾ അത് വെച്ച് പിന്നെ സ്കൂളിൽ കയറി. സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പാസ്സായി. അന്നുള്ള കൂട്ടുകാരെല്ലാവരും കോളേജിൽ കൂടെയൊക്കെ പോയി, അതിലേക്കൊക്കെ പോയി. എനിക്ക് പോകാൻ വഴിയില്ല. ഈ കുടുംബത്തിലും വിദ്യാഭ്യാസം ഉള്ളവരും അപ്പോൾ നമുക്ക് വിവരമുള്ളവരും കുറവാണ്. അപ്പം ഞാൻ പിന്നെ മൂത്ത മകനാണ്, കുടുംബത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതെ. അപ്പോൾ ഇടയ്ക്ക് വിചാരിച്ചു കൂട്ട് അച്ഛനാകാൻ പോയാലോ, SSLC കഴിഞ്ഞിട്ട് എന്നൊരഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാനും ഇന്നിവിടെ ഇതിനാ വലിയ ഗതിയൊന്നും ഇല്ലല്ലോ, എന്നാൽ അച്ഛനാകാൻ പോണെങ്കിൽ പോയേക്കാം എന്ന് പറഞ്ഞു. അന്നേരം പള്ളിയിലച്ഛൻ പറഞ്ഞു, എടാ നീ അങ്ങനെ പോയാൽ ശരിയായില്ല, നിൻ്റെ കുടുംബം ഇത്രയും വേളയെ പിള്ളേരൊക്കെ ഇല്ല, നീ ചെറിയൊരു പണിയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ അവരെ സഹായിക്കണം. ആ ചെയ്യുന്നതും അവിടെ പോയി പ്രവർത്തനം നടത്തുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്, അങ്ങോട്ട് പോകണമെന്നില്ല, നമുക്ക് ഇവിടെയും ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അപ്പോൾ അടുക്കൂടത്തിലൊരു ജോലി, സ്കൂളിൽ ജോലി കിട്ടുന്നത്. അത് വള്ളിഭാഗം സ്കൂളായിരുന്നു. വള്ളിഭാഗം സ്കൂളാ? ഏത് സ്കൂളായിരുന്നു അത്? ഇത് തന്നെ, ഈ സ്കൂളിൽ തന്നെ പഠിച്ച സ്കൂളിൽ തന്നെ. ഓ, അത് ശരി. ഞാൻ പിന്നെ എന്നാ അവരുമായിട്ട് ഉടക്കിലേക്ക് വരുന്നത്? ഉടക്കിലേക്ക് കല്യാണം കഴിച്ചപ്പോൾ. അല്ല, ഈ പഠിച്ച് ജോലി ചെയ്ത സമയത്ത് പ്രശ്നമല്ലോ ഉണ്ട്. ഞാൻ അവിടെ പ്രാർത്ഥന പള്ളി ചെല്ലുമല്ലോ, സ്കൂളിൽ ചെല്ലുമല്ലോ ഉച്ചക്കത്തെ. അപ്പം ഞാനത്ര പ്രാർത്ഥന ശ്രദ്ധയില്ല. അപ്പം തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും മണിയടിക്കണം. അപ്പം ഞാൻ തുടങ്ങുമ്പോൾ മണിയടിക്കും, അവസാനത്തെ മണിയടി ചിലപ്പം താമസിച്ചൊക്കെ പോകും, തീരുന്നത് അറിയുന്നില്ല. അപ്പം ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നീ എന്നാ ആ സമയത്ത് കാലത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ പ്രാർത്ഥന ഇല്ല, തീരുന്നത് അറിഞ്ഞില്ല. ഞാനും വേറെ പോലെ പുറത്തോടിയിരുന്നത് അപ്പോൾ അടിക്കാറുമില്ല. അപ്പോൾ അതൊരു ചെറിയ കാരണം. ഒരു 10-12 വർഷം കഴിഞ്ഞപ്പം നേരെ കോട്ടയത്ത് പോയി. കുന്നശ്ശേരി പിതാവാണ് നേരിട്ട് കണ്ടു പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിപ്പെട്ട ആളെ അല്ല കല്യാണം തീരുമാനിച്ചേക്കുന്നത്, ജാതിരഹിതമൊന്നും അങ്ങനെ ജാതിരഹിതമായൊരു കല്യാണം കഴിക്കണമെന്നൊരു തീരുമാനം വരുന്നത് എങ്ങനെയാണ്? അത് ഈ പിന്നെ ഇവൻ്റെ അന്നേരേക്കും അങ്ങനെ ഒരു യുക്തിവാദ മനോഭാവം ഉണ്ടല്ലോ, അങ്ങനെ തോന്നത്തുള്ളൂ. അത് പ്രധാനമായിട്ടും അന്ന് പ്രേമവിവാഹമൊന്നും അല്ലായിരുന്നല്ലോ, അല്ല, ആലോചിച്ച് നടത്തി. അപ്പം അതാണ് ചോദിച്ചത്. അപ്പം അങ്ങനെ ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നി എന്തുകൊണ്ടാണ് തോന്നിയതിന് പല പല കാരണങ്ങളാണ്. പ്രധാന കാരണം ഈ
പിള്ളേരോടും സ്കൂളിൽ ലംസനാൻ മേടിക്കാൻ വന്ന പിള്ളേരോടും കാരണന്മാരോടും അനീതിയായിട്ട് അവർ പെരുമാറുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ലല്ലോ. നമ്മൾ മറ്റുള്ള രക്ഷകർത്താക്കൾ വരുമ്പോൾ അവരെ ഇരുത്തുവും പറയാനൊക്കെ പറഞ്ഞു. ഇവർ ചുമ്മാ കള്ളു കുടിക്കാനായിട്ട് മേടിക്കാൻ വന്നു. എന്നാൽ നീ ഒരു കാര്യം ചെയ്തു, ആ പൈസയും മേടിച്ച് വരാന്തലിരുന്നു, എന്നിട്ട് ഒപ്പിടിച്ച് കാശും കൊടുത്തു. എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ തന്നെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞു. സഭാധികാരികൾ കാണിക്കുന്ന അനീതി നമ്മൾ ചോദ്യം ചെയ്യിക്കുന്നു. അല്ലാതെ അന്ന് വായനയോ മറ്റു കാര്യങ്ങളോ അല്ലോ? വായനയുണ്ട്, ഉണ്ട്. വിവേകോദയം തൊട്ട് വായനയുണ്ട്. പിന്നെ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും പഠിച്ചു കഴിഞ്ഞും അവിടെ കോസ്മോപോളിറ്റൻ ക്ലബ് എന്നും പറഞ്ഞു. ആ കോസ്മോപോളിറ്റൻ എന്നുള്ളതിൻ്റെ അർത്ഥം പോലും അന്ന് അറിയില്ല. പിന്നീട് അത് മനസ്സിലായത്. അത് അവിടെ കയറി വായിക്കും. യുക്തിവാദ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും വായിക്കാം, അല്ലെങ്കിൽ യുക്തിവാദ ഗ്രന്ഥങ്ങളില്ല. ഞാൻ അതൊന്നും കാര്യമായിട്ട് വായിച്ചിട്ടില്ല. അത് വിവേകോദയവും അതിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ ഒരു പോയിന്റുള്ളൊക്കെ വരും. അപ്പോൾ അവരെ പത്രം വായിക്കുമ്പോഴും നമുക്ക് താല്പര്യമുള്ള വിഷയമുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലരും വായിക്കുമല്ലോ. മന്മഥനൊക്കെ ആയാലും എഴുതുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. യുക്തിവാദത്തെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിലേക്ക് വരുമല്ലോ. വന്നപ്പം എങ്ങനെയാ കല്യാണം ഇങ്ങനെ കഴിക്കണം നിർബന്ധ തീരുമാനം വന്നാൽ ഇങ്ങനെയാ? ഇങ്ങനെ അനീതികളൊക്കെ കാണിക്കുന്നു. പിന്നെ അവിടെ ഈ കന്നുകാലിയെ കുളിപ്പിക്കുന്ന ഒരു കാർന്നോര് വന്നു ഇത് ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ വീട്ടിലാണ് എൻ്റെ ചാച്ചനും ജോലി ചെയ്യുന്നത്. എൻ്റെ ചാച്ചനോട് മൊത്തം ചേട്ടാന്ന് വിളിക്കും. ഈ ഒപ്പമുള്ള മറ്റുള്ളവരെ പേര് വിളിക്കും, വേണം ചീത്തയും പറയും. അപ്പോൾ അതൊരു അന്യായിട്ട് എനിക്ക് തോന്നുന്നു. ആ ജാതി വിവേചനമാണ് ശരിക്കും നമ്മളെ ബാധിച്ചത്. പിന്നെ എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, എല്ലാ പിള്ളേരുമൊക്കെ മറ്റു ജാതിപ്പെട്ടവരെയൊക്കെ പേര് വിളിക്കുന്നു. അതൊരു ന്യായം. അത് നമ്മുടെ മധ്യകേരളത്തിലെ ഒരു സ്വഭാവമാണ്. പൊതുവേ ക്രിസ്ത്യൻ സമൂഹങ്ങളിലുള്ള ഒരു സ്വഭാവമാണ്. പ്രായത്തിൽ കൂടെ ആളെയും പേര് വിളിക്കും, ജാതി താന്ന ആളുകളെ പേര് വിളിച്ച് സംസാരിക്കും. അതൊരു ന്യായമല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ അവിടെ തോട്ടി പുള്ളി കാളെ കുളിപ്പിച്ചുകൊണ്ട് ചെയ്തപ്പം ഞാനും കുളിക്കാനും ചാടാനും ചെല്ലും അവിടെ. ഈ പൈനുമൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പം ഞാൻ ഒരു പ്രാവശ്യമല്ല ഒന്ന് രണ്ട് തവണ പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ലപ്പോൾ ചേട്ടാന്ന് വിളിച്ചു വിട്ടു. അപ്പം എന്തിനാ കൊച്ചനെ കളിയാക്കുന്നത് എന്നോട് ചോദിച്ചു. എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ വിളിച്ചതാണ്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ മനുഷ്യന് ഒരു പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ പ്രായമാകുമ്പോൾ ഞാൻ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്തേനെ എന്ന് മനസ്സിൽ കണ്ടു അന്ന്. അപ്പം പുള്ളി ബോധ്യപ്പെടുമല്ലോ എൻ്റെ ആത്മാർത്ഥത അന്ന് മനസ്സിൽ വിചാരിച്ചു. അല്ല, പിന്നെ നമ്മൾ കല്യാണത്തിലേക്ക് വരുന്ന ഭവൻ ചേച്ചിയായിട്ടുള്ള കല്യാണത്തിലേക്ക് വരുന്ന സാഹചര്യം എന്താണ്? അത് കുടത്ത് മസാനെ പോയി കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വേറെ ജാതി ഒന്നും കല്യാണം കഴിക്കുന്നത്, നിങ്ങൾ കൂട്ടത്തിൽ ചേർക്കില്ല, അത് പറ്റിയില്ല. ക്രിസ്തു പറയുന്നത് പിതാവിനെ നേരിട്ട് കേട്ടു കണ്ടു. വേദപുസ്തകത്തിലോ അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നത് ലോകമെങ്ങും പോയി നാനാജാതിക്കാരെയും നമ്മുടെ കൂട്ടിലേക്ക് കൂട്ടുക എന്താ പറയുന്നത്. ഞാനതാ തീരുമാനിച്ചേക്കുന്നത്. അപ്പം കൂട്ടാനുള്ള ഒരു കാരണം ഞാൻ കല്യാണം കഴിക്കുക. അപ്പം ഞാൻ ഒരാളെ ആയിരിക്കുകയില്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ മൊത്തം ചേർക്കേണ്ടി വരും. അയ്യോ, നടപ്പില്ല. അന്ന് 300 രൂപ ശമ്പളം. അന്ന് നമ്മുടെ അഭയക്കേസിലെ അച്ഛൻ കോട്ടൂർ സെക്രട്ടറിയാണ് ഈ പിതാവിൻ്റെ. അപ്പോൾ പിതാവിൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിരുന്നു. സാധാരണക്കാർ കന്യാസ്ത്രീമാർ പോലും ഇരിക്കുകയല്ല. ഞാനിരുന്നു. ഞാനൊരു പേപ്പർ എഴുതിക്കൊണ്ടാ പോയെ, ചരിത്രങ്ങളും കാര്യം എൻ്റെ വിശ്വാസം. അത് കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞു. ഇത് വായിക്കുന്നതിന് മുമ്പ് തന്നെ കൈയിരുന്ന് വിറയ്ക്കും ആ പേപ്പർ. ഈ ഞാൻ പറഞ്ഞതായിരിക്കില്ല എൻ്റെ അത് എഴുതിയേക്കുന്നത്. കയ്യിൽ നിന്ന് വരയ്ക്കുക. അട്ടുപുള്ളി അതവിടെ വെച്ചു. അവിടെ കഴിഞ്ഞ് ഞാൻ കൊട്ടുകാരൻ്റെ അടുത്തേക്ക് ചെല്ല്, പുള്ളിയോട് സംസാരിക്കുക, ഒരു ഒത്തുതീർപ്പിലാകുമെന്ന് നോക്കാം. അവിടെ ചെന്നപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി മനഃശാസ്ത്രജ്ഞനാണെന്നും ചില വിളവുകാരനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം പുള്ളി അവിടെ ചെന്നപ്പോൾ നീ എന്നാടാ കോളേജ് ഉള്ളിൽ പറയുന്നതൊക്കെ പറയുന്നത്, ഏത് സ്കൂളിലെ പിയൂണ് നിനക്ക് ഇത്ര പറയാനുള്ള വകുപ്പണ്ടായിരിക്കുന്നത്
ഞങ്ങൾ പറഞ്ഞൊക്കെ അതുപോലെ തന്നെ ഈ അരമനയിൽ ചെന്നാലും ഈ ആവശ്യങ്ങളൊക്കെ ചെല്ലുവേ. അപ്പോൾ അവിടുത്തെ ഈ ചെറിയ അച്ഛന്മാർ തൊട്ട് വലിയ അച്ഛന്മാർ വരെ പോടാ നീന്നാ വിളിക്കുന്നത്. അവിടെ നീ അവിടെ പോയാൽ അതിക്ക് വിളിച്ചിട്ടുണ്ടോ, ഇവിടെ പോയി വിളിച്ചിട്ടുണ്ടോ. ഇവിടെ വരുന്ന നാഷന്മാരുമാണേലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും ന്യായങ്ങളല്ല. പിന്നെ നമ്മളെങ്കിലും ജീവിതത്തിൽ ഒരു മാതൃക കാണിക്കണം. ബാക്കിയുള്ളവർ ചെയ്താലും ചെയ്തില്ലേലും. അപ്പം ഞാൻ ജാതി മാറിയ കഴിക്കണം. അപ്പം അത് പറയാൻ പറ്റില്ല. അപ്പം ഈ കൂട്ടുകാരനുമായിട്ട് ഒച്ച ഉടക്കി പുള്ളി ഒച്ച കിട്ടുമ്പോൾ ഞാനും ഒച്ച വർത്താൻ മതി. ഒച്ച ഇടുന്നത് ഒരു അമുക്കുന്നതാണല്ലോ. അപ്പം അത് തിരിച്ചമുക്കുമ്പോൾ അവിടെ നിൽക്കും. പ്രതിരോധം. എൻ്റെ കാലത്ത് ന്യായമുണ്ടല്ലോ. ഞാൻ പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനിയാക്കി എല്ലാവരെയും നമ്മുടെ കൂട്ടാൻ പറഞ്ഞത്. അന്നത്തെ ഉദ്ദേശം കൂട്ടുകാരൻ തന്നെ ആയിരുന്നു. പക്ഷേ ഇസ്ലാം ചുറ്റി ചിന്തയിലേക്ക് വന്നില്ല. അപ്പം പറഞ്ഞു ഇതിപ്പോൾ നടപ്പില്ല, ഇയാളും ഒച്ചയൊക്കെ ഇട്ട് നീ എന്നാ ചെയ്തതെന്ന് പറഞ്ഞു. ഇറങ്ങി ഇവിടെ വന്നതിൻ്റെ വിറ്റ് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് ഒറ്റ ട്രാൻസ്ഫർ കിടങ്ങൂർക്ക്. അപ്പം സ്കൂളിലോ പരിസരത്തോ ആർക്കും അറിയത്തില്ല എന്നാ കാര്യമൊന്നും. വീട്ടുകാർക്കറിയാം, ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അപ്പം എന്നാന്നുള്ളത്. അപ്പം ഞാൻ 3 കൊല്ലം അവിടെ പോയി കഴിഞ്ഞപ്പം ഇപ്പോൾ തട്ടാരത്തട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വന്നു. ഞാൻ ഒന്നും ചോദിച്ചിട്ടല്ല, തന്നെ ഇങ്ങോട്ട് വിട്ടു. എൻ്റെ പേപ്പറൊക്കെ അവിടെ കിടക്കുക. ഇവിടെ വന്ന് ഒരു 3 വർഷത്തോടെ കഴിച്ചപ്പോഴേക്കും 40 വയസ്സാകാൻ പോവുക. അവൻ പറഞ്ഞു, എടാ ഇനിയിപ്പം താമസിച്ചൊരു കാര്യമില്ല, എങ്ങനെയെങ്കിലും ഒരു കല്യാണമൊക്കെ കഴിക്കുക, ജീവിക്കട്ടെ. അപ്പം ഞാൻ പാസത്തിൽ കൊടുത്തു. കൗമാരി, മാതൃഭൂമി, ദേശാഭിമാനി ഒക്കെ പാസത്തിൽ കൊടുത്തു. ഇങ്ങനെ ജാതി മാറി കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള SC ST ആയാലും ജോലി ഉണ്ടെങ്കിലും ഇല്ലേലും താല്പര്യമുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്തെ മരിച്ചുപോയ പുള്ളിയുടെ പേര് പരമേശ്വരൻ. പുള്ളിയുടെ കുളത്തിൽ പോയി 1-2 പെണ്ണൊക്കെ കടു എറണാകുളത്തൊക്കെ. അപ്പം പുള്ളി പറഞ്ഞു, എടാ ഇത് നിനക്ക് ശരിയായില്ല, അവർക്ക് യാതൊരു ബോധവുമില്ല. അവരുടെ വിചാരം ഇപ്പം നിൻ്റെ കുളത്തിൽ കൂടിയാൽ ഇങ്ങോട്ട് പള്ളി ചേർന്നാൽ TDCക്ക് പോയി ജോലിക്ക് കയറാമെന്നൊക്കെയാണ് വിചാരം. അവരുടെ വിചാരം അതൊന്നും നടപ്പുള്ള കാര്യമില്ല. അവിടെ ഇത് കേട്ടാ ഇത് പറയും. അങ്ങനെ 1-2 കണ്ടു അവന് വിളിച്ചു. പിന്നെ ഇവിടെ വന്ന് അത് കഴിഞ്ഞാൽ പത്രത്തിൽ കൊടുത്തിട്ട് എത്ര പേര് വന്നു? കാര്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ചോടൊക്കെ കാര്യമായിട്ടൊന്നും വന്നില്ല. വളരെ അപൂർവം ചേരും വന്നു. ഞാൻ വിളിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നത് ഇയാൾക്ക് എന്തോ കുഴപ്പമാണ്. അല്ല ഇങ്ങനെ തോന്നിയാൽ ഇങ്ങനെ പറയുക. അല്ലേ പറയും ഞങ്ങളുടെ കല്യാണം ആയിപ്പോയി. കല്യാണമൊന്നും ആയില്ലെങ്കിലും വിളിച്ച് ചെന്ന് ഇപ്പോൾ കഴിയുമ്പോൾ നമ്മളെ കണ്ടാൽ ഉഴപ്പൻ്റെ ലക്ഷണം കേട്ടോ. ഉഴപ്പൻ്റെ ലക്ഷണമൊന്നുമില്ല, നല്ല സിമ്പിളല്ലേ. നല്ല തോന്നുന്നു പറഞ്ഞാൽ ആർക്കും തോന്നാമല്ലോ. സിമ്പിളിനാണെങ്കിലും അല്ലെങ്കിലും ആൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, അവർക്ക് ഒറിജിനൽ അറിയത്തില്ലല്ലോ. ഞാൻ അങ്ങനെ പലതും വിട്ടുപോയി. പിന്നെ സുഹൃത്തുക്കളോട് പറഞ്ഞു പലരോടും. അപ്പോൾ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടൊക്കെ ഒരു സുഹൃത്തുണ്ട്, ഇതിനോടൊക്കെ ആശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഓടാ നീ ഞങ്ങളുടെ കൊച്ചിനെ ചതിക്കാനായിട്ട് എന്ന് പറഞ്ഞ് അവർ പോയി. പിന്നെ പത്രത്തിൽ കൊടുത്തിട്ട് ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള വീട് എവിടെയാ ചെലവ് ഇങ്ങനെ പറഞ്ഞു, ഒരു ആളുണ്ട്, പ്രായമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ഉണ്ട്, തക്കാലം ഉണ്ടെന്ന് പറഞ്ഞു. ശരി, അതൊരു ദിവസം 4 മണി ആയപ്പോഴും 5 മണി ആയപ്പോഴെങ്ങാണ്ടാ പറഞ്ഞത്. അപ്പോൾ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു പോയേക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തിൽ ചോദിച്ചാൽ അറിയാം, അത് വെഴുതിരിവട്ടത്തിലാണ് കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ആൾരൂപമോ നിറമോ അല്ല എൻ്റെ ഉള്ളിൽ ഇരിപ്പ്, ആശയമാണ്. അപ്പോൾ അതിനോട് ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ ആ പുള്ളിക്കാരത്തിൽ പറഞ്ഞു, കള്ളു കുടിക്കില്ലാത്ത ആളും വീഡിയോ വലിക്കില്ലാത്ത അതൊക്കെ ആണെങ്കിൽ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ല നിലവിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കണ്ടു. അത് പറഞ്ഞാൽ
വീട്ടിൽ നിന്ന് പെങ്ങന്മാരെ ആരാടെ കൂട്ടി പോയി ഒന്നുകൂടെ കണ്ടു. അവർ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. രജിസ്റ്റർ ചെയ്യുകയുള്ളൂ, അമ്പലത്തിലെ പള്ളിയിൽ പോകുകയില്ല, അതൊക്കെ സംബന്ധിച്ചു. ആയിക്കോട്ടെ. അവരുടെ വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? അവരുടെ വീട്ടിൽ ഒരു ചേർത്തിയും ഒരു ആങ്ങളെയും. പിന്നെ അപ്പനും അമ്മയുണ്ട്. അപ്പൻ ക്രിസ്ത്യാനി ആയിരുന്നു അവരുടെ. എന്നിട്ട് അവരെ വീട്ടിച്ച് പോയി അപ്പൻ. എന്നാൽ ഞാൻ ഇങ്ങനെ കല്യാണം നടത്തി എവിടെ വെച്ചാണ്? രജിസ്റ്റർ ഓഫീസിൽ. എവിടെ? തൊടുപുഴ. അപ്പം അത് കഴിഞ്ഞിട്ടാണോ അനിയന്മാരെ കല്യാണം കഴിക്കുന്നത്? തോമസിൻ്റെ അതിന് മുമ്പ് കഴിഞ്ഞായിരുന്നു. ബാക്കി പിള്ളേരുടെ എല്ലാ കല്യാണം പിന്നീട് ബാക്കിയുള്ള സഹോദരങ്ങളുടെ എല്ലാ കല്യാണം നടത്തിയത് കുര്യാക്കോസാണ് നേതൃത്വം. ഞാനിങ്ങനെ പത്രത്തിൽ കൊടുത്തു. വീട് പത്രത്തിൽ കൊടുത്തു. ഇന്നോളൊക്കെ പിള്ളേരുണ്ട്, ഇന്നയാളുണ്ട്. അങ്ങനെ ഞാൻ വിജയനും രാമനും. അത് ഓരോരുത്തരുടെ എന്ന് പറഞ്ഞാൽ മൂത്ത പെങ്ങളെ അതിൽ മടത്തി പോയത് ആരാണ്? ഏറ്റവും ഇളയ ആളാണ്. മൂത്ത പെങ്ങള് ടോമിയെ കല്യാണം കഴിച്ചത്. പ്രൊഫസർ ടോമി. അത് അവൻ്റെ അതിനകത്ത് വേറൊരു കൂടി കിട്ടും. ജാതി മതം നോക്കുന്നില്ല, വേണ്ടി വന്നാൽ അംഗവൈകല്യം സാമാന്യം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള അംഗവൈകല്യവും പരിഗണിക്കുന്നതാണ്. അപ്പം അങ്ങനെ മൂത്ത പെങ്ങളുടെ പേര് ത്രേസ്യാമ്മ പ്രൊഫസർ ടോമിയെ കല്യാണം കഴിച്ചു. പിന്നെ രണ്ടാമത്തെ ആള് ചിന്നമ്മയാണ് ഡോക്ടർ അല്ല വിജയന് നമ്മുടെ ഓണാട്ടുകര വിജയനെ കല്യാണം കഴിച്ചു. പിന്നെ ഒരു അതിൻ്റെ ഇളയ കന്യാസ്ത്രീ. അതിനിളയാണ് കന്യാസ്ത്രീ മഠത്തിൽ പോയി. പിന്നെ ഫിലോമിനെയാണ് നമ്മുടെ ഡോക്ടർ രാമനെ കല്യാണം. അല്ല ഫിലോമിന ഒരു ആന്റണി തന്നെയാണ് കല്യാണം കഴിച്ചത്. അതും ആശയപരമായിട്ടാണ്. പള്ളിയിലമ്പലത്തിൽ പോയില്ല. അതുകൊണ്ട് വലിയ സന്തോഷമായി. അവർക്ക് തുഴയുണ്ട്. രാമനെ കല്യാണം കഴിച്ച ഡോക്ടറെ കല്യാണം കഴിച്ചു ഡെയ്സി കല്യാണം കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോയി ഏറ്റവും ഇളയ അനിയൻ CM ജോയി മിശ്രവാഹിതനല്ലേ? അതെ. അപ്പോൾ ഇവരുടെ എല്ലാം കല്യാണം ഒരു കുടുംബത്തിൽ തന്നെ ഇത്രയേറെ പേര് മിശ്രവാഹിതരായിട്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾക്കോ മറ്റുള്ളവർക്കോ അത്തരത്തിലോ എതിർപ്പുണ്ടായിരുന്നു? എൻ്റെ വീട്ടിൽ യാതൊരു എതിർപ്പുമില്ല. ഈ പെങ്ങന്മാരൊക്കെ അങ്ങനെ മിശ്രവാഹം മതി, അല്ല അങ്ങനെ ജീവിക്കണം എന്നുള്ള നിർബന്ധത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ചെറുപ്പം തൊട്ട് ഞാൻ ചോദിച്ചത് അതിനകത്ത് കുര്യാക്കോസേട്ടൻ്റെ നിർബന്ധം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. മനസ്സുണ്ടായി മതി. അപ്പം ചേട്ടായിക്കിനെ കല്യാണം കഴിച്ചതിൻ്റെ അത് വലിയ കുഴപ്പം കാണുന്നില്ല. അത് തന്നെയല്ല, അത് സാമ്പത്തികവും കുറവാ. അല്ല നേരെ കട്ടിക്കണമെങ്കിൽ ഇഷ്ടംപോലെ കാശ് വേണം. അത് എല്ലാവരുടെയും കാര്യത്തിന് പിന്നെയും പുറകെ ഓരോ കാര്യങ്ങളില്ലേ. ഇതൊന്നും ഇല്ലല്ലോ. നമ്മൾ രജിസ്റ്റർ ചെയ്താൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ കുര്യാക്കോസാണ് നേതൃത്വം തന്നെയാണ് ഇവരുടെ എല്ലാ കല്യാണം നടത്തിയത് അല്ലേ? എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അവർക്കൊക്കെ എല്ലാം കൂടെ മക്കളെ കൊച്ചുമക്കൾ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. അവരെല്ലാം ജാതി മതം ഇല്ലാത്ത ആളുകളാണ് അല്ലേ? അതെ. അതിൽ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം 2005 CM ജോയി മരിക്കുന്നത് അല്ലേ? 2005 അദ്ദേഹത്തിനെ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ജോയി ആയിട്ട് എനിക്ക് പരിചയമുണ്ട്. ജോയി മിശ്രവാഹിതനാണ്. ജോയി മരിക്കുന്ന സമയത്ത് ഞങ്ങൾ കരിങ്കുന്നത്ത് വരുമ്പോൾ അവിടെ ആ വീടിൻ്റെ ബാധിക്കൽ ഇങ്ങനെ ഒരു ബാനർ എഴുതി വെച്ചപ്പോഴും ഞാൻ ഓർക്കുന്നു, പരേതന് മത ജാതി വിശ്വാസങ്ങളില്ലാത്തതിനാൽ യാതൊരു ആചാരവും ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാവരും സഹകരിക്കണം. ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഒരു ബാനർ. എൻ്റെ സ്വന്തം ബാനറാണ്. അതാ പറഞ്ഞത്. അപ്പം അത് എനിക്ക് മനസ്സിലായി. അത് കുര്യാക്കോസേട്ടനും തോമസേട്ടനും ഒക്കെ കൂടി ആലോചിച്ചിട്ട് ആ ബാൻഡ് ഭയങ്കരമായ ആളുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ജോയിയുടെ പിന്നെ വീട്ടിൽ വന്നു ബോഡി എടുക്കുന്ന കൂട്ടത്തിലൊക്കെ നമ്മൾ അവിടെ കരിങ്കുന്നം പഞ്ചായത്ത് ശ്മശാനത്തിലാണ് നടക്കുന്നത്. അങ്ങനെ തികച്ചും ആചാരരഹിതമായ സത്യത്തിലൊരു വളരെ വൈകാരികമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു അനുഭവമാണ്. കാരണം ഒരു കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ട ഒരാള് പള്ളിയുടെ മുമ്പിൽ താമസിക്കുന്ന ആള് യാതൊരു ആചാരങ്ങളും കൂടാതെ ആ പള്ളിയുടെ സെമിത്തേരിയും കടന്ന് പഞ്ചായത്ത് സെമിത്തേരി കൊണ്ട് അടക്കി അത് വലിയൊരു സംഭവമായിരുന്നു. അപ്പം അത്തരം ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട്, കാരണം നിങ്ങൾ ആ സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ്, ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു കുടുംബത്തെ രൂപീകരിച്ചെടുക്കുക, അതായത് ഒരു കുടുംബത്തിലെ മുഴുവൻ മക്കളും അങ്ങനെ ജാതി മത വിശ്വാസമില്ലാത്തവരാ ജാതി മതരഹിതരായിട്ട് കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നതിന് നേതൃത്വം കൊടുത്തത് കുര്യാക്കോസേട്ടനാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇല്ല. അപ്പോൾ ഇവരുടെ എല്ലാം കല്യാണം ആലോചിച്ച് നടത്തിയല്ലേ? ആലോചിച്ച് ഒന്നും. എങ്ങനെയായിരുന്നു ഈ കല്യാണങ്ങൾക്കൊക്കെ എല്ലാ പത്രത്തിൽ കൊടുത്ത് പരസ്യപ്പെടുത്തിയായിരുന്നു? ഡെയ്സിയുടെ പിന്നെ അങ്ങനെ പത്രത്തിൽ കൊടുത്തതല്ല. അവർ ഒരിടത്ത് ജോലി ചെയ്തിരുന്നവരാ രണ്ടുപേരും. അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് കൊടുക്കുമായിരുന്നു അന്ന്. അങ്ങനെ കൊടുത്തപ്പം ഇങ്ങനെ
അവർ ബന്ധപ്പെട്ട അവർ ജോലി ചെയ്തുകൊണ്ട് ജോലി വിട്ടു പോയെങ്കിലും അവർ പറഞ്ഞു കുഴപ്പമില്ല കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ നമുക്കിപ്പോൾ യാതൊരു എതിർപ്പില്ലല്ലോ. അല്ല നമ്മൾ അങ്ങനെ എല്ലാവരും ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. വീട്ടിലെ ഞങ്ങളെ അകന്ന ബന്ധത്തിലുള്ളവർക്ക് താല്പര്യക്കുറവാ. അതെ, ഞങ്ങളെ സ്വന്തം വീട്ടിൽ ഒരു സ്വന്തം വീട്ടിൽ പ്രശ്നമില്ല. ഈ കല്യാണങ്ങളെല്ലാം രജിസ്റ്റർ കല്യാണം അല്ലായിരുന്നു. അതെ അല്ലേ? പിന്നെ ഈ മടത്തി പോയ പെങ്ങളോ? മടത്തി പോയതങ്ങ് അവരോട് പറഞ്ഞു എനിക്ക് മടത്തി പോയാൽ കൊള്ളാമെന്ന്. ഞാൻ പറഞ്ഞു കേരളത്തിലെ ഈ പടത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അവർ മഠമെന്ന് പറയുന്ന മനുഷ്യനെ സഹായിക്കുമൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റീസാണ് എനിക്ക് താല്പര്യമുണ്ട്. അവിടെയാണ് നമുക്ക് മനുഷ്യ സേവനം നടത്താൻ പറ്റും. അത് മതി, ഞാൻ അവിടെ പൊക്കോളാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി. ഇപ്പോൾ എറണാകുളത്തുണ്ട് അല്ലേ? ഇടയ്ക്ക് കാണാറുണ്ടോ? ഇടയ്ക്കൊക്കെ വരും. എനിക്ക് അസുഖം പറ്റിയാലെന്ന് കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഗുരുവായൂർസേട്ടൻ്റെ ജീവിതത്തിലെ പള്ളിയായിട്ട് വളരെ ശക്തമായ എതിർപ്പുണ്ടാകുന്നതും ജോലിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നല്ലോ. അത് കല്യാണം കഴിഞ്ഞപ്പം ജോലി സംബന്ധമായിട്ട് പള്ളിയിൽ എന്നെക്കുറിച്ച് വിളിച്ചു ചൊല്ലി പറഞ്ഞു അവനെ തട്ടിയിരിക്കുന്നു, ഇനിയിപ്പം കിണറ്റിൽ വിടാൻ നിങ്ങളെല്ലാവരും കല്ലെടുത്തോട്ടാ മതി. അപ്പോൾ ആൾക്കാരൊക്കെ കൈകൊട്ടി. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഗോപി എന്നും പറഞ്ഞ് മാതൃഭൂമിയിലുണ്ട്, മറ്റുപോയി. പുള്ളി ഒരു എഴുതുന്ന ആളാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇന്നണക്കുള്ള സംഭവങ്ങൾ പള്ളിയിലുണ്ടായിട്ടുണ്ട്. പുള്ളി അടുത്ത ദിവസം കടിക്കുന്ന പള്ളിയിൽ ഊര് വിളക്കിന് ആഹ്വാനം വെണ്ടയ്ക്കാൻ മുഴുപ്പിൽ മാതൃഭൂമിയിൽ വന്നു. അതൊക്കെ വായിച്ചു കഴിയുമ്പം അവനെ ഓടിച്ചു ഇട്ട് പേടിപ്പിച്ചു. അപ്പോൾ അവനങ്ങനെ പേടിയൊന്നുമില്ല. ഞങ്ങൾ വൈകുന്നേരം ലൈബ്രറിയിൽ നിന്ന് വന്ന് പഞ്ചായത്ത് ബെഞ്ചിലിരുന്ന് ചില വർത്തമാനമൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെക്കുറിച്ചും. ആശയപരമായിട്ട് അവന് ഒരു പീതാംബരനോട് ആശയപരമായിട്ട് ഞാൻ പറയുന്നത് അവർ കുറച്ച് അംഗീകരിക്കുന്നുണ്ട്. എല്ലാം ഒന്നും അംഗീകരിക്കുന്നുണ്ട്. അവർ പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് പറ്റാത്തത് ഞാൻ തിരിച്ചും പറയും. അപ്പോൾ അങ്ങനെ ഒരു അല്പസ്വല്പം ബന്ധങ്ങളുണ്ട് സുഹൃത്തുക്കളുമായിട്ട്. അവർ ഇങ്ങനെ പറഞ്ഞു പള്ളി വിളിച്ച് പറഞ്ഞു അപ്പോൾ അവനെ ഉപദ്രവിക്കണം എന്നുള്ള പറ്റി പറഞ്ഞപ്പോൾ പിറ്റേ വർഷം അവിടെ തന്നെ ഞാൻ അരമനയിൽ പോയി പറഞ്ഞതിൻ്റെ പിറ്റേ കൊല്ലം തന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിപ്പിച്ചു. നീ ഞങ്ങളുടെ സഭയിൽ നിന്ന് പുറത്തു പോയതാണ്, നിനക്ക് ഞങ്ങളുടെ ജോലിയില്ല. നിനക്ക് ഇനി ഇവിടെ ജോലിയില്ല, നീ ഒന്നെങ്കിൽ വോളണ്ടറി പെൻഷൻ എടുത്തോ അല്ലെങ്കിൽ പിരിച്ചു പോകുമോ, നിന്നെ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ നിയമ നടപടി നടത്തിക്കോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോന്നു. ഞാനിങ്ങനെ പോകുന്നത് കഴിഞ്ഞിട്ട് അന്ന് ഈ പുള്ളിക്കാരത്തി നമ്മുടെ ഭാര്യ ഭവാനി എറണാകുളത്ത് ഹോസ്റ്റലിൽ താമസിക്കുക, അവിടെ SN ഹോസ്റ്റലിൽ. അവിടെ ഉഷ സുകുമാരൻ്റെ ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ഉണ്ട്, സീമന്തിരി. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു ഒപ്പിയും കൊടുക്കാം. ഒപ്പി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ അന്ന് ശിക്ഷ വന്നില്ല, കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് വന്നില്ല. അതിന് നമുക്ക് ഇപ്പോഴേ തന്നെ DOയ്ക്കും AOയ്ക്കും സെക്രട്ടറിക്കൊക്കെ ആയിട്ട് ലോക്കൽ മാനേജർക്കായിട്ട് ഒരു കത്തം കൊടുത്തേക്കുക, എന്നെ ഇന്നോട് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, സംരക്ഷിക്കണം എന്നും പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു. കൊടുത്തു, അവർ ഒപ്പിട്ട് കൊടുത്തു. അതങ്ങനെ കിടക്ക ചെയ്താണ് പിറ്റേ കൊല്ലം ട്രാൻസ്ഫർ കിടങ്ങൂർക്ക്. അപ്പോൾ അതും കൂടെ വെച്ചുകൊണ്ട് ഒപ്പി കൊടുത്തു. അത് വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല. മാനേജ്മെൻറ്റിൻ്റെ അവസാനം മാനേജ്മെൻറ്റിനല്ലേ കാശുള്ളേ, എനിക്ക് കാശില്ലല്ലോ. അതിനോട് കാശ് മേടിച്ചില്ല അവരൊന്നും. അവർ തമ്മിൽ ചോദിച്ചോ എന്ന് സംശയമുണ്ട് മാനേജ്മെൻറ്റുമായിട്ട്. ചില പൈസ വല്ലതും മേടിച്ച് അത് നടപ്പില്ല, ട്രാൻസ്ഫർ തിരിച്ച് കിട്ടുമൊന്നുമില്ല. അതങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ 3 കൊല്ലം കഴിച്ച് ഇങ്ങോട്ട് വിട്ടപ്പം കല്യാണം കഴിച്ചപ്പം ഉടനെ വിളിച്ചു വെച്ചു, ഇങ്ങനെ നിന്നെ ഇവിടെ വേണ്ട ഞങ്ങൾക്ക്, അതെങ്കിൽ പിരിച്ചു. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ മാസം ഈ ജനറൽ ട്രാൻസ്ഫറിൻ്റെ അകത്ത് പടമുഖത്തിന് കിട്ടും. എവിടെ? മുരിക്കാശ്ശേരി പടമുഖശ്ശേരി. അവിടെ ഒരു സ്കൂളേ ഉള്ളൂ ഹൈറേഞ്ചിൽ, പിന്നെ ബാക്കിയുള്ളവർക്ക് ഇവിടെയേ ഉള്ളൂ. അപ്പോൾ ഉള്ളവരെ ശിക്ഷക്കാരെ അങ്ങോട്ടാണ്. വേറെന്തോ കാര്യമായിരുന്നു,
ഈ അപേക്ഷ കൊടുക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇങ്ങോട്ട് വിട്ടാരെ മലബാറിന് വിട്ടാരെ മലബാറിന് വിട്ടാൽ പിന്നെ ഇന്ത്യ ഇടയ്ക്ക് പടപോത്ത് ഇരുന്നപ്പം തന്നെ ഒരു പ്രൊമോഷൻ ക്ലർക്കായിട്ട് കണ്ണങ്കരയ്ക്ക് അതിനേക്കാളും ദുരിതമുള്ള സ്ഥലമാണ്. പ്രൊമോഷൻ വേണ്ടാന്ന് വെച്ചു. അത് ഞാൻ നേരത്തെ എഴുതി കൊടുത്തു, അന്നാലും വേണ്ടാന്ന് വെച്ചു. അത് പെൻഷൻ പറ്റുന്നിടം വരെ അവിടെ പടപ്പൊക്കും. അന്ന് സാർമാരെല്ലാവരും ഇവിടെ കൂടി ഇവിടെ വന്ന് തന്നെ ഇടുത്താൻ കെട്ടി. പിരിച്ചുപടിയിൽ നടന്നില്ല. പിന്നെ അവര് പള്ളിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴാ പള്ളിയിൽ പുറത്താക്കിയതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. നേരത്തെ തന്നെ പുറത്താക്കി. അപ്പൊ അവരെ മനസ്സുകൊണ്ട് പുറത്താക്കിയതായിരിക്കും. ഞാനിട്ട് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പള്ളിയായിട്ട് സമുദായമായിട്ട് നേരിട്ട് പിന്നീട് ഒരിക്കലും ഏർപ്പാടുണ്ടായിട്ടില്ല. അപ്പം നമുക്ക് കൃത്യമായൊരു നിലപാടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ നിലപാടിനനുസരിച്ച് വലിയ ശക്തമായ എതിർപ്പുണ്ടാവില്ല എന്നതിൻ്റെ അർത്ഥം അല്ലേ? അതെ. പിന്നെ ഈ യുക്തിവാദി പ്രസ്ഥാനമൊക്കെ ആയിട്ട് എന്നാ ബന്ധപ്പെടുന്നത്? അത് പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ പത്രത്തിൽ കാണുമല്ലോ. ഇടുക്കി ജില്ലയിലൊന്നും ഒരു കാര്യങ്ങളൊന്നും നടക്കുന്നതായിട്ട് അറിയത്തില്ല. പത്രത്തിലൊന്നും വിവരമില്ല, നോട്ടീസിലൊന്നുമില്ല. എറണാകുളത്തെ ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ അവിടെ പോകും. ഈ പ്രവേശനമൊക്കെ കാണും, പരിചയപ്പെടും. പിന്നെ മിക്കവാറും എല്ലാ പരിപാടികൾക്കും എന്നെ വിളിക്കും. ഞാൻ ഏത് വർഷമാണ് യുക്തിവാദി സംഘമായിട്ട് ബന്ധപ്പെടുന്നത്? അതിപ്പോൾ വർഷങ്ങളാകുമ്പോൾ പരമേശ്വരൻ്റെ ഒക്കെ നല്ല കാലം 80കളാണ്. ഞങ്ങളൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന കാലം. 83 എറണാകുളത്ത് സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തായിരുന്നു. മഹാരാജ് കോളേജിൽ നടന്ന സംസ്ഥാന അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടുക്കിയിലെ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ തൊട്ട് ആക്റ്റീവായിട്ടുണ്ട്. ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ തൊമ്മൻകുത്തിലല്ലേ ഒരു പരിപാടി നടത്താൻ അതിലൊക്കെ ഉണ്ടായിരുന്നു. അന്നാണ് യുക്തിവാദികളായിട്ടുള്ളവരെ കാണുന്നത്. ഇവിടെ താല്പര്യമുള്ളവരുണ്ടെന്ന് ദിനേശ് സാർ ഉൾപ്പെടെ ബോധ്യപ്പെടുന്നത് അന്നാണ്. പിന്നീട് കമ്മിറ്റി ഇവിടെ സജീവമായി സന്തോഷമായി. നമുക്ക് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് മിണ്ടാനും പറയാനും ആളുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായി. പിന്നെ സഹകരിച്ചു. അന്ന് നമ്മുടെ ഇടമറുക് ഇവിടുത്തുകാരനാണല്ലോ. ബന്ധപ്പെട്ടിട്ടില്ല. വായിച്ചിട്ടുണ്ട്. പുസ്തകം വായിച്ചിട്ടേ ഉള്ളൂ, ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ ഇടുക്കി ജില്ലാ കമ്മിറ്റിയൊക്കെ ഉണ്ടായപ്പം ആക്റ്റീവായി അല്ലേ? പിന്നെ കുടുംബത്തിലെ മക്കൾ എത്ര പേരാ? മക്കൾ രണ്ടുപേര്. അവരും എങ്ങനെയാണ്? അവര് മിശ്രവാഹിതരാണ്. ആർക്കും ജാതി മതം ഇല്ലാത്തവരാണ്. കൊച്ചുമക്കളോ? കൊച്ചുമക്കളൊന്നും ആയില്ല. അവരെ അങ്ങനെ അങ്ങ് നമ്മുടെ ബാക്കി കുടുംബത്തിലുള്ള കൊച്ചുമക്കളെല്ലാം ജാതി മതം ഇല്ലാത്ത ആണല്ലോ. ഇപ്പം ഈ റിട്ടയർ ഇപ്പം എത്ര വർഷമായി? റിട്ടയർ ചെയ്തതായിട്ട് ഇപ്പം 51 അല്ലേ? 55 25 വർഷമായി. 25. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ യുക്തിവാദ ജീവിതം, സംഘടനാ ജീവിതത്തെക്കുറിച്ചൊക്കെ എന്നാ തോന്നുന്നത്? അപ്പം മിക്കവാറും നമ്മൾ നടത്തുന്ന പരിപാടിക്കൊക്കെ പോവും, സഹകരിക്കും. പിന്നെ ഒരിക്കൽ ജില്ലാ ട്രഷററായിട്ടുണ്ട്. പിന്നെ ഇവിടെ സംസ്ഥാന സമ്മേളനമൊക്കെ നടത്തിയല്ലേ? ഞാനുണ്ടായിരുന്നല്ലോ. നമ്മളൊരു സമ്മാനം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുക. അന്ന് സാറ് പറഞ്ഞു, ഇങ്ങനെ കുര്യാക്കോസിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ മിശ്രവാഹിതരും എല്ലാ സഹോദരങ്ങളും ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ജനം കൈയടിച്ചത് ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് നമ്മളൊരു കുടുംബ സംഗമം വെച്ചല്ലോ, കുടുംബസംഗമൊക്കെ വെച്ചല്ലോ. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പൂർണ്ണമായിട്ടും പള്ളിയെ സഭയെ എതിർത്ത് മാനവികമായിട്ട് യുക്തിവാദപരമായി തൻ്റെ കുടുംബം മാത്രമല്ല സഹോദരങ്ങളുടെ കുടുംബ ജീവിതവും അത്തരത്തിലൊരു മാനവികമാക്കി മാറ്റിയ കുര്യാക്കോസ് ചേട്ടന് അങ്ങനെയുള്ളൊരു സമൂഹ സൃഷ്ടിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പം ഈ 81-ാം വയസ്സിൽ എന്ത് തോന്നും? ഒന്നും ആയില്ല, ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും ആയില്ല. നമ്മൾ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പം കുറേ ആൾക്കാരൊക്കെ സ്വഭാവം മാറിപ്പോകുന്നു. പുറകോട്ട് മുമ്പോട്ടുള്ളത് പോകാനുള്ളതിന് അത് ജീവിത സാഹചര്യം കൊണ്ടാണ് അവർക്ക്. അത് പറഞ്ഞാൽ എനിക്ക് ഒരു മോനേ ഉള്ളൂ. അവനെ ദുഃഖിപ്പിക്കാൻ പറ്റിയല്ല. അവൻ ഒരു ജാതിയിൽ നിന്ന് വേറൊരു ജാതിയല്ല, സ്വന്തം ജാതിയിൽ നിന്ന് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു. ശരി. അപ്പോൾ അവനെ കല്യാണം കഴിച്ച് കൊടുക്കാനായിട്ട് ഇതിന് ബലം പിടിക്കരുത് എന്ന് പറയും. ആയിക്കോട്ടെ, ബലം പിടിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ അല്ല, നമ്മളങ്ങനെ ബലം പിടിച്ച് നിർബന്ധിച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിന് വിലയുണ്ട്.
അതുകൊണ്ടാ എന്നിട്ട് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല, ഞാൻ ബലം പിടിക്കുന്നില്ല. ബലം പിടിച്ചാലും നടക്കേണ്ട കാര്യമില്ലല്ലോ, അവനവൻ്റെ കാര്യം അത് വേറെ. അപ്പോൾ ഇപ്പം ആകെ രോഗാതുരനൊക്കെ ആണെങ്കിലും ഈ ഇത്രയും കാലത്തെ ജീവിതത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം, വളരെ സന്തോഷം. രോഗം വന്നാലും ഒരു പ്രശ്നവുമില്ല, മരിച്ചാലും എപ്പോഴായാലും. മരിച്ചു കഴിഞ്ഞാലത്തെ കുറിച്ച് എന്നാ പറയും തീരുമാനം? നമ്മൾ ബോഡി കൊടുത്തേക്കുവാണല്ലോ, തീരുമാനിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കും ആ പ്രശ്നങ്ങളൊന്നുമില്ല. മക്കൾ രണ്ടുപേരും ഭാര്യ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ കാര്യത്തിലെല്ലാം നമ്മൾ വളരെ പ്രിപ്പയർഡാണ്. കഴിഞ്ഞ ദിവസം ദിനാജ് സാർ വന്ന് പറഞ്ഞു, നിങ്ങളെ ഞാൻ വിളിച്ചേക്കാം, നമുക്ക് കോട്ടയത്ത് കൊടുത്തേക്കാം, റെഡി മണി. അപ്പം സാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത് പോളച്ചനെ. അതെ, പോളച്ചനെ ഏൽപ്പിച്ചിരിക്കുന്നത് മകൻ തന്നെ പറഞ്ഞു. അത് മതി, അത് നമുക്ക് സംഘത്തിന് തമ്മിലൂടെ എത്ര പേര് നമ്മുടെ ജോയി അവിടെ എത്ര പേര് നമ്മളങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. അല്ല, വേറെ കാര്യമാണ്, ചില സാഹചര്യത്തിൽ നമ്മുടെ രോഗത്തിൻ്റെ രീതി കൊണ്ടൊക്കെ ചിലപ്പോൾ എടുക്കാതെ വരുമോ, അതൊക്കെ പിന്നെ വരുന്ന സാങ്കേതിക പ്രശ്നങ്ങളുള്ള അത്രേ ഉള്ളൂ, അത് സാരമില്ല. അങ്ങനെ ഈ അപ്പോൾ ഈ 81 വയസ്സിനിടയിൽ വളരെ സന്തോഷമായിട്ട് യുക്തിവാദം തികച്ചും ഒരു സന്തോഷകരമായ ഒരു കുഴപ്പമില്ല, മാനസികാവസ്ഥ. ഇത് കുര്യാക്കോസേട്ടൻ്റെ ഭാര്യ PC ഭവാനി. കുര്യാക്കോസേട്ടനുമായിട്ടുള്ള വിവാഹം എങ്ങനെയായിരുന്നു? അങ്ങനെ വിവാഹം നടത്താനുള്ള കാരണം എന്താണ്? ഞാൻ കുറച്ച് പ്രായമായി നിൽക്കുമായിരുന്നു. ജോലി കിട്ടണമെന്ന് എൻ്റെ ചെറുപ്പത്തിലെ ഒരു ആഗ്രഹമാണ്, എനിക്കൊരു ജോലിയും വേണം. അങ്ങനെ ജോലിക്ക് വേണ്ടി ഞാൻ പോയി തിരുവനന്തപുരത്ത്. വീട്ടിൽ അല്ല, തിരുവനന്തപുരത്തൊരു ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പം അവിടെ വെച്ചുള്ള ടെസ്റ്റ് എഴുതി എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെ ഞാൻ കൊച്ചിൻ കോർപ്പറേഷനിൽ വന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ എല്ലാവരും കല്യാണാലയം കൊണ്ട് വരുക മാറ്റം എടുത്ത്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഞങ്ങളുടെ അയലക്കത്തുള്ള ഒരു പെണ്ണിനെ ഇവരുടെ അവിടെ കെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു, എൻ്റെ കാര്യമൊന്ന് കെട്ടാതെ നിൽക്കുമല്ലേ, അപ്പോൾ എൻ്റെ കാര്യമൊന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ ഒരു രാത്രി അപ്പം തന്നെ ഈ ചേട്ടൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ രാത്രി കല്യാണക്കാരി എവിടം വരെ ആയി എന്ന് ചോദിച്ചപ്പോൾ കല്യാണക്കാരിയും ഒന്നും ആയില്ല, അടുക്കണില്ല, ആൾക്കാരെ അടുപ്പിക്കണില്ലെന്ന് പറഞ്ഞു. എന്നാൽ നമുക്കൊന്ന് പോകാമെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നില്ല, അടുത്തൊരു എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഞാനന്ന് വന്നിട്ടുണ്ടായിരുന്നു, എറണാകുളത്തായിരുന്നു ജോയി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു ഇരുട്ടായിരുന്നു, അന്ന് കറണ്ട് കണക്ഷനൊന്നുമില്ല, വിളക്ക് വെട്ടത്തിൽ കണ്ടു. ചേട്ടൻ പറഞ്ഞു, ആദർശപരമായ വിവാഹം കഴിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ പെങ്ങളെയും കുട്ടി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെങ്ങളെയും കൂട്ടി വന്നു, എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ എൻ്റെ അമ്മ, ആങ്ങള, നാത്തൂന്, എൻ്റെ ഇളയതാണ് ആങ്ങള. അപ്പോൾ അവൻ കെട്ടി 2 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം നിനക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. സമ്മതമാണെങ്കിൽ കഴിച്ചോളാൻ ആങ്ങളെയും പറഞ്ഞു. അമ്മയെ ഒക്കെ പറഞ്ഞു. അമ്മയ്ക്കൊരു ഇച്ചിരി ഇതായിരുന്നു, എന്നെ ക്രിസ്ത്യാനി പെണ്ണിനെ കിട്ടിയാലേ പിന്നെ എന്നെ ഇങ്ങനെ വന്നേന്നൊക്കെ ആദർശപരമായ എന്ന് പറഞ്ഞു അമ്മയോട്. അമ്മയ്ക്ക് അത് വല്ലതും അറിയത്തില്ലല്ലോ. അല്ല, ചേച്ചിക്ക് അന്നേരം ഇങ്ങനെ ജാതി മതമൊന്നും ഇല്ല, കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടോ? ഉണ്ട്. എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തോന്നി. ഞാൻ പറയുക, ആരെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ജാതി മതവും ഇല്ല, രജിസ്റ്റർമാരൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുവാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരം. ആ സമയത്താണ് ഈ ചേട്ടൻ കയറി വന്നതും ആലോചിക്കുന്നതും. അപ്പോൾ എൻ്റെ ആങ്ങളെ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അവരുടെ വീട്ടുകാരെയൊക്കെ അറിയാവേ, അയലക്കംകാർ പറഞ്ഞു, നല്ലതാ, പെങ്ങന്മാർ നല്ലതാ, നല്ല ആൾക്കാരാ, കുടുംബമാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങ് വിശ്വസിച്ചു. അത് ഇതുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ. ആ വിശ്വാസം എന്നെ ഇതുവരെയും നിലനിർത്തി. അപ്പോൾ ഇങ്ങനെ വീട്ടിലെ കുടുംബത്തിലെ മൂത്ത ചേച്ചിയായിട്ട് രംഗത്ത് വരുമ്പോൾ ബാക്കിയുള്ള അതിന് ശേഷമാണല്ലോ പലരെയും കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ ചേച്ചിയോട് അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എങ്ങനെയായിരുന്നു? അല്ല, ഈ ചേട്ടൻ്റെ വീട്ടുകാരെ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടുകാരെ കൊണ്ടും ഇല്ല. പിന്നെ എൻ്റെ എനിക്ക് ചേച്ചിയൊക്കെ ഉണ്ട്. ചേച്ചിമാരൊക്കെ സ്നേഹിച്ചൊക്കെ കിട്ടി അങ്ങനെ അങ്ങ് കുടിച്ചിക്കണേ. ഞാൻ ഇങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഇങ്ങനെ വന്നെങ്കിൽ, ഒരാൾ എന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ വന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമെന്ന് എൻ്റെ മനസ്സ് തന്നെ. അല്ലെങ്കിൽ കല്യാണം വേണ്ട, അങ്ങ് ജീവിക്കാം
ഒരു ജോലി ഉണ്ടല്ലോ ജീവിക്കാൻ, അതോർത്തങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ കല്യാണം നടന്നു. രജിസ്റ്റർ പള്ളിയിലും അമ്പലത്തിലും വെച്ച് വേണ്ട, രജിസ്റ്റർമാരേക്ക് മതി. സമ്മതം. അങ്ങനെ സമ്മതിച്ചു. ഞാൻ ചോദിച്ചത് ഈ കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നീട് നടക്കുന്ന ബാക്കിയുള്ള നാത്തൂമാര് 6 പേര് 5 പേര് നാത്തൂമാരുണ്ട്, അവരുടെയൊക്കെ ഒരു നിലപാടാണ് ചോദിച്ചത്. അവരോടൊക്കെ അവർക്കൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ എന്നെങ്കിലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജാതി മതമൊന്നും അല്ല, മനുഷ്യത്വമാണ് എൻ്റെ ഒരു പ്രധാന ഘടകം. അതുകൊണ്ട് ആ രീതി നമ്മൾ പെരുമാറിയതുകൊണ്ട് അവർക്ക് നമ്മളോട് വലിയ കാര്യമായിരുന്നു. ആ നിലപാടിൽ പിന്നെ ചാച്ചനൊന്നും മിണ്ടിയിട്ടില്ല. അമ്മയ്ക്കൊരു ഇച്ചിരി നീരസമാണ്. പള്ളിയിൽ ചേരാന്നും പറഞ്ഞാൽ എന്നെ കെട്ടിയേ. അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കെട്ടിക്കാൻ, മൂത്ത മോനല്ലേ കെട്ടാതെ നിൽക്കുമല്ലേ, അനിയനും കെട്ടിയായിരുന്നല്ലോ. അപ്പം അമ്മയ്ക്കൊരു ഇതുണ്ട്, എന്നെ അങ്ങോട്ട് ചേർക്കാന്നുള്ളതായിരുന്നു. അങ്ങനെ പറഞ്ഞ് ആ കെട്ടിയെന്നൊക്കെ അമ്മ പറയണേ. അതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാത്ത തന്നെ അമ്മയുടെ കാലം കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു മതരഹിത ജീവിതം നയിച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അങ്ങനെ ഒരു എല്ലാവരും സന്തോഷത്തോടു കൂടിയും. ഇന്നലെ ഒരു ഇളയ നാത്തൂൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കൊല്ലത്ത്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു. അവരും ഇങ്ങനെ ജാതി മാറി കെട്ടിയതാണ്. അപ്പോൾ ഇതൊരു കുടുംബമാണ്. അങ്ങനെയുള്ള ജാതി മതരഹിതമായ ഒരു കുടുംബത്തിൻ്റെ കാരണവത്തിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ?